ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. കൃത്യമായിട്ട് മൊഡ്യൂൾസിന്റെ ഓർഡറിലാണ് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. കൃത്യമായിട്ട് ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കണം. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ആരും മിണ്ടാണ്ടിരിക്കണ, എല്ലാവരും ഉത്തരം പറയണം. എനിക്ക് നിർബന്ധമാണ്. ഓക്കെ, തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, തെറ്റിദ്ധരിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, which of the following is desirable personal quality of a teacher? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ടീച്ചറിന്റെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള പേഴ്സണൽ ക്വാളിറ്റി? നോക്കണേ, പേഴ്സണൽ ക്വാളിറ്റി, വ്യക്തിഗത ഗുണം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. Authoritarianism, empathy and compassion, indifference and crushing. ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നു. പഠിക്കാത്ത പിള്ളേരുടെ ഒരു അറ്റത്തുനിന്ന് പിടിച്ച് മറ്റേ അറ്റം വരെ ചൂരിലെടുത്ത് നല്ല പഠിച്ചു. പണ്ടൊക്കെ ഓക്കെ അങ്ങനെ തല്ലുന്ന അധ്യാപകർ ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും ഒക്കെ തല്ലി കിട്ടിയിട്ടുണ്ടാവുന്നു. എന്റെ ഒരു ഫിസിക്സ് ടീച്ചറെ ഞാൻ ആലോചിച്ച് പോകുന്നുണ്ട്. അതൊന്നായി അടിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. അടി പേടിച്ച് മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അത്ര ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് പറ്റും. അതൊരു വ്യക്തിത്വപരമായിട്ടുള്ള ഒരു ഗുണമാണ്, ഒരു പേഴ്സണൽ ക്വാളിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. ഇനി അതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താ? സ്വേച്ഛാധിപത്യം. നിങ്ങളൊന്നും വേണ്ടണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. കുട്ടികളുടെ യാതൊരു വിധത്തിലുള്ള അഭിപ്രായത്തിനും വില വെക്കാതെ, കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്റ്റീവ് ആവാതെ, ഒരു ടീച്ചർ ആ ടീച്ചർ മാത്രം ലീഡ് ചെയ്യുന്ന ക്ലാസ്, ടീച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എങ്കിൽ അത് എന്താണ് ഒരു ഗുണമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഇനി ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സംഗത. നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾക്കൊന്നും കിട്ടില്ല. അത്തരത്തിലിരിക്കുന്ന ഒരു ടീച്ചറാണ് വെച്ചെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനോ പഠന പ്രവർത്തനങ്ങളിലോ പാഠ്യേതര പ്രവർത്തനങ്ങളിലോ ആക്റ്റീവ് ആവാനുള്ള എന്തെങ്കിലും ഒരു തോന്നുമോ? ഇല്ല. ചില ടീച്ചേഴ്സിന് നമ്മളോടുള്ള സമീപനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാറും, ആ വിഷയത്തെ ഇഷ്ടപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആലോചിച്ചോ, ആ ടീച്ചർ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കും. അത് ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയുള്ള എന്താണ്? ഒരു മാജിക് ആണ്. അപ്പോ ഒരു തന്നിരിക്കുന്നതിലെ ഒരു ടീച്ചർക്ക് വേണ്ടുന്ന പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എംപതി ആൻഡ് കമ്പാഷൻ ആണ്. എന്താണ്? ടീച്ചർക്ക് കുട്ടികളോട് സിമ്പതി അല്ല തോന്നേണ്ടത്, എംപതിയാണ് തോന്നേണ്ടത്, സഹാനുഭൂതിയാണ് തോന്നേണ്ടത്, എന്താണ്? അനുകമ്പയാണ് തോന്നേണ്ടത്. ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ നിങ്ങൾക്ക് പറ്റിയോ? കുറെ പേര് ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അനീഷാണ് ആദ്യ ഉത്തരം പറഞ്ഞത്, ഓപ്ഷൻ ബി. വിസ്മയ, ഐഷു, സ്റ്റെഫി, മുഫ്സിറ, ബിനി, ഗാർഗി, ചിന്താലക്ഷ്മി, ഫൈസിയാൻ, ഷാർന, ജിജി, റിൻസി എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാട്ട് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ? അപ്പൊ നമ്മുടെ ടീച്ചറുടെ റോൾസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാണ് ഏത്? അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പവർ. What is an administrative role of teachers in classroom management? ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ അധ്യാപകരുടെ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ വായിച്ചു നോക്കുക, ചോദ്യം ഒന്നും കൂടി വായിക്കുക. ഏറ്റവും ആപ്റ്റ് ആയത് ഏതോ അതാണ് ആൻസർ. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും ഇതാണ് എന്നുള്ളത്, അങ്ങനെയല്ല. ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റില് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോള് ആ ഒരു കാര്യത്തിൽ ടീച്ചറുടെ എങ്ങനെയാണ്? ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. റിൻസിയും, സ്റ്റെഫിയും, ചിന്താലക്ഷ്മിയും, ഐഷുവും, വിനിയും, വിസ്മയും, അനീഷും, റിൻഷയും ഒക്കെ ആൻസർ വരുന്നുണ്ട്. റിൻഷയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്, ഓപ്ഷൻ എ ആണ് എന്നുള്ളത്. നോക്കൂ, ഫോക്കസ് സ്ലോലി ഓൺ ടീച്ചിങ് ആൻഡ് ഇഗ്നോറിംഗ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുട്ടികൾ തല്ലുകൂടുന്നുണ്ടോ, കുട്ടികൾ ബഹളം വെക്കുന്നുണ്ടോ, ഞാൻ ഈ പറയുന്നതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ, ഇടയ്ക്ക് വന്ന് കയറുന്നുണ്ടോ, കിടന്നുറങ്ങുന്നുണ്ടോ, ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ബിങ്കോ കളിക്കുന്നുണ്ടോ, ഇതൊന്നും ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല. ടീച്ചർ വരുന്നു, ബുക്ക് തുറക്കുന്നു, ടീച്ചറുടെ രീതിയിൽ ക്ലാസ് എടുത്തു പോകുന്നു, ടീച്ചർ പോകുന്നു. അങ്ങനെയാണ് എങ്കിൽ അതൊരു ക്ലാസ് റൂം മാനേജ്മെന്റ് ആകുമോ? ഇല്ല.
ടീച്ചർ പഠിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പാടില്ല. പഠിപ്പിക്കുന്നതിലും കുട്ടി അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതിലും കുട്ടിക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നതും നമുക്ക് വ്യക്തമാവണം. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്കത് വ്യക്തമാവോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ അതിന് പോണവരാണ്, ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയാവുന്നവരല്ലേ? നമ്മൾ എടുക്കുന്ന കാര്യം, നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്താലും അത് കുട്ടികൾക്ക് മനസ്സിലായാലും അത് അവരുടെ മുഖത്തു നിന്നും അവരുടെ പറച്ചിലിൽ നിന്നും നമുക്ക് മനസ്സിലാവും. അവരൊന്നും മിണ്ടാതിരുന്നാലും നമുക്ക് ഡൗട്ടാവും, ഈശ്വര ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ളൊരു കാര്യം തോന്നും. അർച്ചനയ്ക്ക് മാത്രമാണോ അത് തോന്നിയിട്ടുള്ളത്? ബാക്കിയുള്ളവർക്കൊന്നും തോന്നിയിട്ടില്ല? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴും മനസ്സിലാകുമ്പോഴുള്ള വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത്. യെസ്, നോക്കൂ അടുത്ത. അപ്പൊ എന്താണ്? ഇഗ്നോറിംഗ് ക്ലാസ് റൂം ഡിസ്ട്രപ്ഷൻ ആൻഡ് മിസ്ബിഹേവിയർ. ക്ലാസ് മുറികളിലെ എന്താണ് കുട്ടികള് പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും എന്താണ് അവര് മോശമായിട്ട് പെരുമാറുകയും ചെയ്താൽ അതൊക്കെ അവഗണിക്കുക. ഏതെങ്കിലും ടീച്ചർ ചെയ്യൂ? സ്ഥിരമായിട്ട് നമ്മൾ ക്ലാസ്സിൽ കേൾക്കുന്ന ഡയലോഗാണ്, എന്താ അവിടെ വർത്താനം, ഒന്ന് ഉറക്കെ പറ, എന്താ അവിടെ ഇത്ര ചിരിക്കാൻ, ഞങ്ങളും കൂടി കേൾക്കട്ടെ, ഇല്ലേ? എല്ലാ ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളും ചിലപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താ അവിടെ, ഹൂ ഇസ് ദാറ്റ്? എപ്പോഴും നമ്മൾ ടീച്ചർമാർ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് അല്ലെ? നമ്മൾ ഒരിക്കലും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യില്ല. നമ്മളത് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അലോയിങ് സ്റ്റുഡൻസ് ടു മാനേജ് ക്ലാസ് റൂം. കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, ക്ലാസ്സിൽ നല്ല ബഹളാച്ച ക്ലാസ് ലീഡർ എഴുന്നേറ്റുന്നിട്ടാണോ സൈലൻസ് എന്ന് പറയാ? അല്ല, ആര് തന്നെയാ പറയാ? ഒരു ടീച്ചർ തന്നെയാ പറയാ. ടീച്ചർ ഇല്ലാത്ത സമയത്താണ് ചിലപ്പോൾ ആ ക്ലാസ് ആരാവും നിയന്ത്രിക്കുക? ബന്ധപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് ലീഡേഴ്സ് ആവും നിയന്ത്രിക്കുക. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ? നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് ക്ലാസ് റൂം റൂൾസ് ആൻഡ് റൂട്ടീൻസ്. ക്ലാസ് റൂമിലെ നിയമങ്ങളും കൃത്യമായിട്ട് ഓരോ ദിവസം നടക്കുന്ന ദിനചര്യങ്ങളും കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ്, ഒരു ടീച്ചറുടെ അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ്. ഒരു ക്ലാസ് റൂം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു ടീച്ചറുടെ റോളാണ്. മക്കളെ, ഞാൻ പറയുന്നത് വ്യക്തമാകുന്നില്ലേ? ഇത്തരത്തില് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആദ്യത്തെ ഞാനൊക്കെ സെറ്റ് എക്സാം എഴുതുന്ന ആ ഒരു സമയം, അതായത് 2023 സമയം, ആ ഒരു കാലത്തൊക്കെ സിംഗിൾ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ചോദ്യങ്ങൾക്കൊക്കെ കുറച്ച് ലെങ്ത് ഉണ്ട്, കുറച്ച് നീട്ടത്തിലുള്ള ചോദ്യങ്ങളാണ്, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വായിക്കാനുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ ഒറ്റ ചോദ്യവും മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തതല്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് വ്യക്തമാകുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഫോർ ടീച്ചേഴ്സ്? റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ പ്രയോജനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കോളൂ, ആൻസർ പറഞ്ഞോളൂ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മള് പഠിക്കുന്നതിൽ മലയാളം എടുത്തിട്ടുള്ള കുട്ടികൾ ഇതിലുണ്ടാവും, വേറെ സോഷ്യൽ സയൻസ് എന്തെങ്കിലും എടുത്തിട്ടുള്ള കുട്ടികൾ, പല രീതിയിലുള്ള കുട്ടികളുണ്ടാവും. ഞാൻ എല്ലാവരുടെയും അല്ല പറയുന്നത്, ചിലർക്കെങ്കിലും ഇത് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചധികം സമയം പിടിക്കും. അതൊരു തെറ്റല്ല. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ട് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിരന്തരമായിട്ട് പരിശീലിക്കുക എന്നുള്ളതാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വഴി. ഞാൻ മലയാളമാണ് എന്റെ സബ്ജക്ട്, എന്റെ മെയിൻ സബ്ജക്ട് മലയാളമാണ്. എനിക്ക് ഈ പ്രശ്നം വളരെയധികം ഉണ്ടായിരുന്നു. നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പ്രശ്നം മാറ്റിയത്. ഇതേ പ്രശ്നം തന്നെ എനിക്ക് നെറ്റിലും ഉണ്ടായിരുന്നു. അപ്പൊ നെറ്റിലും ഫസ്റ്റ് പേപ്പർ ഫോക്കസ് ചെയ്തിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് ധാരാളമായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലെ ആർട്ടിക്കിൾസ് കൂടുതലായിട്ട് വായിച്ചിട്ടാണ് ഞാൻ ആ ബുദ്ധിമുട്ട് മാറ്റിയെടുത്തത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. പത്രത്തിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത്. സാവധാനം ചോദ്യങ്ങൾ വായിച്ചെടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഫോർ ടീച്ചേഴ്സ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഇംപ്രൂവ് സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കംസ്. വിദ്യാർത്ഥികളുടെ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്കം മെച്ചപ്പെട്ട രീതിയിലാക്കുക.
ആണ്, ശരിയാണ്. അത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പൊ ശരിയാണ്. ഇൻക്രീസ്ഡ് ടീച്ചർ കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എഫിഷ്യൻസി. അധ്യാപകരുടെ ടീച്ചേഴ്സിന്റെ ആത്മവിശ്വാസവും അവരുടെ എന്താണ് സെൽഫ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ് മലയാളത്തിൽ എന്താ പറയാ? സെൽഫ് എഫിഷ്യൻസി, സ്വയം കാര്യക്ഷമതയും എന്താണ് വർദ്ധിപ്പിക്കുക. അപ്പൊ രണ്ടും ശരിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം എന്താണ് ഓൾ ദി അബോവ് ആണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. എന്നെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം. എൻഹാൻസ്ഡ് ടീച്ചർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അധ്യാപിക എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ അതൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷൻ എന്താണ് മെച്ചപ്പെടുത്തിയെടുക്കുക. അതൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്താണ് വികസിപ്പിച്ചെടുക്കുക. അപ്പൊ എന്താണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരി. ഓൾ ദി എബോവ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന്റെ എന്താണ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. 4ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രീ സർവീസ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്? ഓക്കെ, അതിനെക്കാട്ട് മുമ്പ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Training provided to teachers before they start teaching is. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നല്ലത് എന്തായാലും. Training provided to teachers before they starting teaching. ടീച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചേഴ്സിനെ എന്ത് കൊടുക്കുക? ട്രെയിനിങ് കൊടുക്കുന്നതിനെ എന്താണ് പറയുന്നത്? അവിടെ ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. എല്ലാവരും ഉത്തരം പറയുന്നത് എനിക്ക് നിർബന്ധമാണ്. അർച്ചന പ്രീ സർവീസ് എന്ന് പറയുന്നു. ലക്ഷ്മിയും ആഷ്ലിയും സ്റ്റെഫിയും മഞ്ജിമയും വിസ്മയവും ഇത് തന്നെ പറയുന്നു. മക്കളെ, ഇത് തന്നെയാണ് ആൻസർ എങ്കിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒന്നും വരാൻ പോണില്ല, ഒന്ന് കീബോർഡിൽ എടുത്തിട്ട് ടൈപ്പ് ചെയ്യണമുണ്ട്. മുഫ്സിറ ഫ്രീ സർവീസ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ തന്നെ എഴുതിയെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഉത്തരം അറിയുമെങ്കിൽ പറയുക. അതാണ് ഇപ്പോൾ അത്യാവശ്യം. പ്രീ സർവീസ് ട്രെയിനിങ്, അതെ, അധ്യാപക വൃത്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. പ്രീ എന്ന് വെച്ചാൽ എന്താണ്? മുൻപ് എന്നാണ് അർത്ഥം. അപ്പൊ അധ്യാപനം എന്ന് പറയുന്ന ഒരു തൊഴിലേക്ക്, ഒരു പ്രൊഫഷണലിലേക്ക്, അല്ലെങ്കിൽ ഒരു പാഷൻ തന്നെ ആയിക്കോട്ടെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ടീച്ചേഴ്സ് ആയതിനു ശേഷം, അതായത് ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇത് ആർക്കും തെറ്റരുത്. ഇത് പലപ്പോഴും ചോദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രീ സർവീസ് ട്രെയിനിങ് ഫോർ ടീച്ചർ? പറയൂ. അധ്യാപകർക്കുള്ള പ്രീ സർവീസ് ട്രെയിനിങ്ങിന്റെ പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഞാൻ പറയുന്നത് മുഴുവൻ മലയാളത്തിലും കൂടി ഞാൻ പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ തന്നെ LP UP പരീക്ഷ എഴുതാൻ പോകുന്നത് വെച്ചാൽ ഇത് മുഴുവൻ മലയാളത്തിൽ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടും കൂടിയാണ്. ഇംഗ്ലീഷിൽ അറിയാം, എനിക്കറിയാം സെറ്റ് പരീക്ഷ ഇംഗ്ലീഷിലാണ്. ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചില വാക്കുകളെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴേ പരിചിതമായി തുടങ്ങാനാണ് കേട്ടോ മലയാളത്തിലും കൂടി പറയുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രീ സർവീസ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്? പ്രീ സർവീസ് ട്രെയിനിങ് നൽകുന്നത് കൊണ്ട് എന്താണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്? അപ്പൊ ഇവിടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ലോജിക് അപ്ലൈ ചെയ്യേണ്ടതാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന് ഏറ്റവും ആപ്റ്റ് ആകുന്നതായിരിക്കണം നമ്മൾ എന്ത് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് വിത്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ദി ക്ലാസ് റൂം. അധ്യാപകർക്ക് ക്ലാസ് മുറിയിൽ അനുഭവ പരിചയം നൽകുക. ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് വിത്ത് തിയററ്റിക്കൽ നോളജ് ഓഫ് ടീച്ചിങ് മെത്തേഡ്. ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ട്, അധ്യാപന രീതികളെ കുറിച്ചിട്ട് അധ്യാപകരിലെ എന്താണ് ഒരു തിയററ്റിക്കൽ നോളജ് നൽകുക. ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് വിത്ത് സ്കിൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, സ്കിൽസ് ആൻഡ് നോളജ് നീഡഡ് ടു ബിക്കം ഇഫക്റ്റീവ് ടീച്ചേഴ്സ്. ഇഫക്റ്റീവ് ടീച്ചേഴ്സ് ആകുന്നതിന്, ഫലപ്രദമായിട്ടുള്ള അധ്യാപകരാകാൻ ആവശ്യമായിട്ടുള്ള എന്താണ് അവർക്കുള്ള വൈദഗ്ധ്യവും അറിവും നൽകുന്നതിന്. ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് സ്കൂൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്.
സ്കൂൾ നിയമങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ അധ്യാപകർക്ക് നൽകുന്നത്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ? HSA മലയാളത്തിലാണോ മിസ്സേ? HSA മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, HSA മലയാളം ഐച്ഛിക വിഷയമാക്കി എടുത്തവരുടെ ജനറൽ പേപ്പർ മലയാളത്തിലാണ്, HSS മലയാളത്തിലാണ്. മറ്റുള്ളത് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണ് എന്നതിനനുസരിച്ചും ചില സമയങ്ങളിൽ മാറാറുണ്ട്. ചില സമയങ്ങളിൽ, ഞാൻ അടിവരയിട്ട് പറയാണ്, ചില സമയങ്ങളിൽ എങ്കിലും ഒരു 90% ഇംഗ്ലീഷിൽ തന്നെയാണ് ഇതര സബ്ജക്റ്റുള്ള കുട്ടികൾക്ക് ജനറൽ പാർട്ട് വരാറ്. കോമൺ ആയിട്ട് എല്ലാതും മലയാളത്തിൽ വരുന്നത് LP UP ആണ്. അതിൽ UP ആണ് കൂടുതൽ പേര് ഫോക്കസ് ചെയ്യുക. അപ്പൊ അവരോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിന്റെയും മലയാള വാക്കുകൾ പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, പ്രിൻഷിക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളതൊക്കെ എല്ലാതും ആവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ പ്രീ സർവീസ് കൊണ്ട് നമ്മളിപ്പോ എനിക്ക് എന്താണ് ക്ലാസ് എടുക്കാനായിട്ട് അറിയാം, വീട്ടിലെ ട്യൂഷൻ എടുത്തിട്ടും കാര്യങ്ങളിലൊക്കെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അതല്ലല്ലോ നമ്മളൊരു BEd സ്റ്റുഡന്റ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ടീച്ചേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇല്ലേ? നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ വോയിസിന്റെ മോഡുലേഷൻ എങ്ങനെയായിരിക്കണം, എവിടെ കൂട്ടണം, എവിടെ കുറയ്ക്കണം, കുറെ കാര്യങ്ങള് BEd എന്ന് പറയുന്ന ആ പ്രൊസീജിയേഴ്സിലൂടെ ആ ഒരു കാലയളവിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ട്രെയിനിങ് ആണ്. എന്ത്? നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അധ്യാപകരാകാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും എന്തിലുണ്ടാക്കുക? ആളുകളില്, അധ്യാപകരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രീ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ടീച്ചേഴ്സ് ഓൺ സോഷ്യൽ ചേഞ്ച്? മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ടീച്ചർ ആവാൻ പോകുന്ന ആളുകളാണ്. ആ ലോജിക്ക് വെച്ച് മാത്രം ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യവും ഈ യൂണിറ്റിലെ നിങ്ങൾ ഈ മൊഡ്യൂള് പഠിച്ചിട്ടില്ല എങ്കിലും, ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഒന്ന് പറഞ്ഞേ, ഇതിനൊന്ന് ഉത്തരം പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഉൾപ്പെടുത്തിയ 5 ചോദ്യങ്ങളും ഈ മൊഡ്യൂൾ പഠിച്ചിട്ടില്ല എങ്കിലും ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ലേ? അല്ലേ? എല്ലാവരും ഉത്തരം പറയേണ്ട തിരക്കില്ല. ആണോ അല്ലയോ? യെസ്, ഒരാളെങ്കിലും പറഞ്ഞല്ലോ. താങ്ക് യു. ഓക്കെ, ഇനി എല്ലാവരും ആൻസർ പറഞ്ഞു. 5ാമത്തെ ചോദ്യം, ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹികപരമായിട്ടുള്ള ഒരു മാറ്റം, പരിവർത്തനം ഉണ്ടാക്കുന്നത് ടീച്ചേഴ്സ് ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. കുറെ പേര് ഉത്തരം പറയുന്നുണ്ട്. നോക്കട്ടെ ആരൊക്കെ എന്തൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം പറയാത്തത് ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ആര്യ ഓപ്ഷൻ ബി പറയുന്നുണ്ട്, അനീഷ് ഓപ്ഷൻ ബി, ഭാഗ്യ, എന്റെ പേരുള്ള ഒരാളുണ്ടല്ലോ ഇല്ലേ, ഭാഗ്യ ഓപ്ഷൻ ബി, മുനീർ ഓപ്ഷൻ ബി, പാർവതി ഓപ്ഷൻ ബി, ചിന്താലക്ഷ്മി ബി, മഞ്ജിമ, ശ്രീ, ഐഷു, റിൻഷ, വിസ്മയ, അർച്ചന, എല്ലാവരും ഓപ്ഷൻ ബി ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണവരൊക്കെ ഒന്ന് വിളിക്കണം. ഐശ്വര്യമായിട്ട് വിളിച്ചു തുടങ്ങാതെ. അനീഷേ, അനീറ്റ, അന്ന, ബെന്നി ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ. അർച്ചന പറഞ്ഞു, ആര് പറയുന്നുണ്ട്, ഐഷു പറയുന്നുണ്ട്, ബബിത. എന്താ ആൻസർ പറയാത്തെ ബബിതെ? തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നില്ലേ. ബിനി MS, ബിനിത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ബിനി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിജി പറയുന്നുണ്ട്, മഞ്ജിമ പറയുന്നുണ്ട്, മുഫ്സിറ പറയുന്നുണ്ട്, മുനീറ ഇടയ്ക്കും തലയ്ക്ക് ആൻസർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, നിഷ പറയുന്നുണ്ട്, റിൻസി ആൻസർ പറയുന്നുണ്ടോ? ഇപ്പൊ ജോയിൻ ആയേ ഉള്ളൂ. റീഡിംഗ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. ഓക്കേടാ. ഇനി വിസ്മയ, ഉത്തരം പറയണേട്ടാ, മിണ്ടാതിരിക്കണ്ട. തെറ്റണെങ്കിൽ അങ്ങോട്ട് തെറ്റിക്കോട്ടെ, നമ്മളല്ലേ അറിയുള്ളൂ, വേറെ ആരും അറിയുന്നില്ല. നോക്കൂ, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ടീച്ചേഴ്സ് ഓൺ സോഷ്യൽ ചേഞ്ച്? ഒരു സോഷ്യൽ ചേഞ്ച് വരുത്തുന്നതിൽ അധ്യാപകർക്ക്, നിങ്ങൾ പറഞ്ഞേ, അധ്യാപകർക്ക് കഴിവില്ലേ? കൃത്യമായിട്ടുള്ള കഴിവുണ്ട്. നമ്മൾ പല കാര്യങ്ങളും പല വേർഡ്സുകളും പല പൊളൈറ്റ്നെസ്സും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ക്ലാസ് റൂമിൽ നിന്നാണ് അല്ലെ? ഒരു ടീച്ചറിനെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണമെന്ന് ഏതൊരു കുഞ്ഞു കുട്ടിയും പഠിക്കുന്നത് ഒരു ക്ലാസ് റൂമിൽ നിന്നാണ്. അതെ, അപ്പൊ നോക്കൂ, ടീച്ചേഴ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിൽ അധ്യാപകർക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ല, അത് തെറ്റാണ്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. സാമൂഹിക മാറ്റത്തിന്റെ
Teachers can inspire and empower students to become agents of social change. സാമൂഹിക മാറ്റത്തിന്റെ ഏജന്റുമാരാകാൻ അധ്യാപകർക്ക് കഴിയും. അതായത് വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഇൻസ്പയർ ചെയ്ത് എംപവർ ചെയ്തിട്ട് ഒരു നല്ലൊരു സോഷ്യൽ ചേഞ്ചിന്റെ ഏജന്റുമാരാകാനായിട്ട് അധ്യാപകർക്ക് കഴിയും എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ ബി അവിടെ നിർത്താണ്, കാരണം അത് ശരിയാണ്. നോക്കട്ടെ അതിനെക്കാട്ട് ആപ്റ്റ് ആയിട്ടുള്ള മറ്റു ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. Teachers can only promote social change through explicit instructions. നിർദ്ദേശങ്ങളിലൂടെ മാത്രമേ കുട്ടികളെ സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കാൻ ടീച്ചേഴ്സിന് കഴിയൂ. വ്യക്തമായ നിർദ്ദേശങ്ങളിലൂടെ മാത്രമേ കഴിയൂ. അങ്ങനെയാണോ? ഒരു ടീച്ചർ നിർദ്ദേശം ചെയ്തില്ല എങ്കിലും ഒരു ടീച്ചർ വീണ്ടെടുക്കുന്ന ഒരു കുട്ടിയെ പോയിട്ട് എടുത്ത് ആശ്വസിപ്പിക്കുന്നത് കാണുന്ന മറ്റൊരു കുട്ടിക്ക് അപകടം പറ്റുന്ന സമയത്ത് ഇതേ കാര്യം പകർത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞില്ല എങ്കിലും പെരുമാറ്റത്തിലൂടെയും ക്ലാസ് റൂമിലുള്ള പല സംഭവങ്ങളിലൂടെയും കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ക്ലാസ് റൂമിന് വെളിയിൽ സൊസൈറ്റിയിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നിർദ്ദേശങ്ങളിലൂടെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് തെറ്റാണ്. ടീച്ചേഴ്സ് ഷുഡ് അവോയ്ഡ് ഡിസ്കസിങ് സോഷ്യൽ ചേഞ്ച് ഇൻ ദി ക്ലാസ് റൂം. അധ്യാപകർ ക്ലാസ് മുറിയിൽ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണം. ഇവിടെ അവോയ്ഡ് കിടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത്, പല കാര്യങ്ങളും പല ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും ഇല്ലേ? പല അധ്യാപകരും നമ്മളാണെങ്കിൽ പോലും കുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. അപ്പൊ ഏതാണ് ആൻസർ? നിങ്ങൾ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ടീച്ചേഴ്സ് can inspire and empower students to become agents of social change. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു അല്ലെ? അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 1 കഴിഞ്ഞിരിക്കുകയാണ്. മൊഡ്യൂൾ 2 നമ്മൾ കടക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് മൈക്രോ ടീച്ചിങ്? ഞാൻ പറഞ്ഞിരുന്നു മൈക്രോ ടീച്ചിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൈക്രോ ടീച്ചിങ് ഒന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന ചോദ്യം വായിച്ചിട്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞേ. മൈക്രോ ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. പ്രൈമറി പർപ്പസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൈക്രോ ടീച്ചിങ് ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. എല്ലാവരും ആൻസർ പറഞ്ഞു കേട്ടോ. നിശ്ചിതമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വളരെ കുറച്ച് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അതിലൂടെ ടീച്ചറിന്റെ ടീച്ചിങ് സ്കിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഹാൻസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. മൈക്രോ ടീച്ചിങ് എന്നുള്ള ടേം ആരാണ് കൊണ്ടുവന്നത്? മൈക്രോ ടീച്ചിങ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ I+ന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൈക്രോ ടീച്ചിങ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡ്വൈറ്റ് അലൻ എന്നുള്ള വ്യക്തി 1963 മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ആശയം, അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? To evaluate teacher effectiveness, to develop curriculum material, to assess students' learning outcome, to provide training and practice in teaching skills. എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? കൃത്യമായിട്ട് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവാലുവേറ്റ് ടീച്ചർ എഫക്റ്റീവ്നെസ്, ടീച്ചർമാരുടെ ഇഫക്റ്റീവ്നെസ് വിലയിരുത്തുന്നതിനാണോ? അല്ല. ടു ഡെവലപ്പ് കരിക്കുലം മെറ്റീരിയൽസ്, പാഠപദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽ സാമഗ്രികൾ വികസിപ്പിക്കുന്നതിനാണോ മൈക്രോ ടീച്ചിങ്? അല്ല. ടു അസസ് സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കം,
കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കം, പഠന ഫലങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തുന്നതിന് ടീച്ചറോട് ടെസ്റ്റ് ഇട്ടാൽ മതി. മൈക്രോ ടീച്ചിങ് നടത്തണമെന്നൊന്നുമില്ല. അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ് ഇൻ ടീച്ചിങ് സ്കിൽസ്. അധ്യാപകരുടെ പ്രധാനപ്പെട്ട സ്കിൽസ്, ടീച്ചിങ് സ്കിൽസിലെ പരിശീലനവും എന്താണ് മറ്റും നൽകുന്നതിനാണ്, പ്രാക്ടീസ് നൽകുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൈക്രോ ടീച്ചിങ് ഉപയോഗിക്കുന്നത്. വെരി ഗുഡ് സ്റ്റുഡൻസ്, ഓപ്ഷൻ ഡി നിങ്ങൾ പറഞ്ഞതെല്ലാതും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രൊജക്ട് മെത്തേഡ്. താഴെ തന്നിരിക്കുന്നതിലെ പ്രൊജക്ട് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? It involves students in long-term, in-depth investigations. It's only suitable for small classes. It promotes rote memorization. It is passive learning experience. മക്കളെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഡിഗ്രി കഴിഞ്ഞവരുണ്ടായിരിക്കും, PG കഴിഞ്ഞവരും കൂട്ടത്തിലുണ്ടായിരിക്കും. ഡിഗ്രിക്കോ PGക്കോ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ പ്രൊജക്റ്റില് നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുന്നു. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചാലും ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കുമോ ഇല്ലയോ? എസ് ഓർ നോ? ഒന്ന് പറഞ്ഞേ. ഉണ്ടായിരിക്കും. അർച്ചന ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. യെസ്, ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാ? നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ തലകുത്തിയിരുന്ന് ഗൈഡിന്റെ കയ്യിൽ നിന്ന് ചീത്തയും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റർ ആയിട്ടുള്ള ടീച്ചറുടെ കയ്യിൽ നിന്ന് ചീത്തയും കേട്ട് കുറെ വട്ടം എഡിറ്റ് ചെയ്ത് കുറെ വട്ടം മാറ്റിയും തിരിച്ചിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ഒരു പ്രൊജക്ട് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള നമ്മുടെ അറിവ്, നമ്മുടെ ഓർമ്മ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആഴത്തിൽ നീണ്ടു നിൽക്കുന്നതാണ് അല്ലേ? അപ്പൊ ദീർഘകാലത്ത് നിലനിൽക്കുന്നതും ആഴത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക്, ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യുന്നതുമായിട്ടുള്ളതാണ് പ്രൊജക്ട് മെത്തേഡ്. അപ്പൊ എന്നുള്ളത് പ്രൊജക്ട് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മറ്റുള്ളതിലേക്ക് കടക്കാം. ഇറ്റ്സ് ഓൺലി സൂട്ടബിൾ ഫോർ സ്മോൾ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സിൽ, അതായത് 1 മുതൽ 6 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം അനുയോജ്യമായതാണ് പ്രൊജക്ട്. ഒരിക്കലല്ല, എത്ര ഹയർ ലെവൽസിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് തെറ്റാണ്. ഇറ്റ് പ്രൊമോട്ട്സ് റോട്ട് മെമ്മറൈസേഷൻ. ഒരു റോട്ട് മെമ്മറൈസേഷൻ, കാണാപാഠം പഠിച്ച് ഓർമ്മപ്പെടുത്തുന്ന രീതി മാത്രമാണോ ഇത് പ്രൊജക്ട് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. ഇറ്റ് പാസീവ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതൊരു പാസീവ്, നിഷ്ക്രിയമായിട്ടുള്ള ഒരു പഠനാനുഭവമാണ്, അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണോ? അല്ല. വളരെ ആക്റ്റീവായിട്ട് കുട്ടികൾ നിന്നുകൊണ്ട് കുട്ടികൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളൊരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മക്കളെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്ന് പറഞ്ഞു പോവുക മാത്രമല്ല, മറ്റുള്ളവ എന്തുകൊണ്ട് ആൻസർ ആയില്ല ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മാത്രമാണ് MCQന്റെ ലോജിക്ക് നമുക്ക് കിട്ടുകയുമുള്ളൂ. ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? എലിജിബിൾ ആകാനായിട്ട് കഴിയുകയുമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ ഇത്ര പരത്തി പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ എത്രയൊക്കെ പഠിച്ചാലും ഈ MCQന്റെ ലോജിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ഞാൻ അത്തരത്തിലുള്ള ഒരാളായിരുന്നു. എനിക്ക് ആ നെറ്റ് ജനറൽ പേപ്പറിന്റെ ലോജിക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ളവർ ഇവിടെയും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത്. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അടുത്തതിലേക്ക് പോകട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ചോദ്യം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. വാട്ട് ഈസ് ദി സ്ട്രാറ്റജി ഫോർ ഇംപ്ലിമെന്റിംഗ് പിയർ ടീച്ചിങ്? പിയർ ടീച്ചിങ്, പിയർ ടീച്ചിങ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് നോക്കുക. എന്താണ് പിയർ ടീച്ചിങ് എന്നുള്ളത് അറിയാം അല്ലെ? ഞാനിപ്പോ ചെയ്യുന്നതും ഒരു തരത്തില് പിയർ ടീച്ചിങ് ആണ്. ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റേത് ശരിക്കും നോക്കിയ ടീച്ചിങ് തന്നെയാണ്, എങ്കിൽ മറ്റൊരു തരത്തില് പിയർ ടീച്ചിങ് ആണ്. നമ്മുടെ ഒപ്പമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെങ്ങോട്ട് കുറച്ച് താഴെയുള്ള കുഞ്ഞു മക്കൾക്കാണെങ്കിൽ പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊരു പിയർ ടീച്ചിങ് ആണ്. ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളുടെ ചങ്ക് അടുത്തിരിക്കുന്നവള് പരീക്ഷയ്ക്കല്ല അല്ലാത്ത സമയത്ത് ഇതൊക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇല്ലേ? അത് പിയർ ടീച്ചിങ് ആണ്. അപ്പൊ ഒന്ന് പിയർ ടീച്ചിങ്ങിന്റെ ആശയം എന്താണെന്ന് മനസ്സിലായി. ഇനി ഒന്ന് ആൻസറിലേക്ക് കടന്നേ. ഇനി ഒന്ന് എല്ലാവരും ആൻസറിലേക്ക് കടന്നേ. ഇവിടെ ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉത്തരം പറയണേ. 8ാമത്തെ ചോദ്യമാണ്. ആഹാ, ഇത് കൊള്ളാലോ. എല്ലാവർക്കും പല പല ഉത്തരങ്ങളാണല്ലോ. ജിജി ഓപ്ഷൻ എ പറയുന്നു.
അനീറ്റ് ഓപ്ഷൻ എ, നഞ്ചിം ഓപ്ഷൻ എ, മുഫ്സിൻ ഓപ്ഷൻ എ, ഗാർഗി ഓപ്ഷൻ സി, മുനീർ ഓപ്ഷൻ എ, അനീഷ് ഓപ്ഷൻ എ. ചോദ്യം വായിച്ചോ. പിയർ ടീച്ചിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കോ, ആശയം മനസ്സിലാക്കിക്കോ, എന്നിട്ട് ആൻസറിലേക്ക് കടന്നാൽ മതി. എന്റെ ബാക്കിയുള്ളവർക്കും ഉത്തരം പറയാതിരിക്കുന്നത്? തെറ്റുണ്ടെങ്കിൽ അങ്ങോട്ട് തെറ്റിക്കോട്ടെ, നിങ്ങൾ ഉത്തരം പറയുന്നേ. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ. വേറെ ഏതെങ്കിലും ടീച്ചറുകൾ തെറ്റുത്തരം പറയണതിനെങ്കിൽ ഇത്ര പ്രോത്സാഹിപ്പിക്കും? ഞാൻ ചെയ്യുന്നില്ലേ, നിങ്ങൾ ഉത്തരം വിളിച്ചു പറ പിള്ളേരെ. വേഗം വേഗം നമുക്ക് 20 ചോദ്യം നോക്കാനുള്ളതാണ്. മുനീർ ഓപ്ഷൻ എ ആണ് എന്ന് ഉറപ്പിക്കാം. അവിടെ ബി വന്നിട്ടുണ്ട്. ബബിത ഓപ്ഷൻ ബി, പ്രിൻസി ഓപ്ഷൻ ബി, നിഷ ഓപ്ഷൻ ബി, ആഷ്ലി ഓപ്ഷൻ ബി. അപ്പൊ നോക്കൂ, ഇവിടെ എ പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നോക്കൂ, എ പറയുന്ന മെജോറിറ്റി പറഞ്ഞത് എ ആണ്. സ്റ്റുഡൻസ് ടു ടീച്ചിങ് എ ടോപ്പിക് ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത്. പിയർ ടീച്ചിങ്, ഞാൻ എന്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറ്. ക്ലാസ്സിലെ ടീച്ചർക്ക് എടുക്കണേക്കാട്ടും മുമ്പ് ഈ തിയറി എന്താണ് എന്നുള്ളത് എനിക്കറിയോ? അറിയോ മക്കളെ? നിങ്ങൾക്കറിയോ? ക്ലാസ്സിലെ ടീച്ചർ എടുക്കുന്നതിനെക്കാട്ടും മുമ്പ് ഈ തിയറി എന്താണ് എന്നുള്ളത് നമുക്കറിയോ? ഒരിക്കലും അറിയില്ല. ടീച്ചർ ക്ലാസ്സിൽ ആ തിയറി എടുത്തു, അതായത് പരിചയമില്ലാത്ത ഒരു വിഷയം ടീച്ചർ എടുത്തു, അത് നമ്മുടെ സഹപാഠിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്താൽ അത് പിയർ ടീച്ചിങ് ആവും. അല്ലാണ്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മ ഒരു വ്യക്തിക്ക് പരിചയമില്ലാത്ത ഒരു വിഷയം പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തുന്നത് എന്തല്ല? പിയർ ടീച്ചിങ് അല്ല. അസൈനിങ് സ്റ്റുഡൻസ് ടു ടീച്ച് എ ടോപ്പിക് ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത്, അതാണോ പിയർ ടീച്ചിങ്? ഒരിക്കലും അല്ല, അതല്ല പിയർ ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത എല്ലാവരും പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. allowing students to teach without guidance or supervision. ടീച്ചർ വന്നിട്ട് പറയാണ്, നാളെ നിങ്ങൾ ഫുള്ള് നിങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ ക്ലാസ്സിക്കൊന്നും വരില്ല. അതായത് യാതൊരു മാർഗനിർദ്ദേശം എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല, ആരൊക്കെയാണ് ഏതൊക്കെ പോർഷൻ ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. മേൽനോട്ടം ഇല്ലാതെ, അതായത് നമ്മൾ നമ്മുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നതും ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയെ കൊണ്ട് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുപ്പിക്കുന്നതും ഒക്കെ എന്താണ്? പിയർ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ യാതൊരു മാർഗനിർദ്ദേശവും മേൽനോട്ടവും ഇല്ലാതെ വിദ്യാർത്ഥികളെ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ടീച്ചിങ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതും പിയർ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതല്ല. ഇനി ഓപ്ഷൻ ഡിയും കൂടി നമുക്ക് നോക്കാം. ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് ഔട്ട്കം ഓൺലി ത്രൂ റിട്ടേൺ ടെസ്റ്റ്. പിയർ ടീച്ചിങ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാ. എന്താണ്? റിട്ടേൺ ടെസ്റ്റിലൂടെ, എഴുത്ത് പരീക്ഷകളിലൂടെ മാത്രം വിദ്യാർത്ഥികളുടെ പഠന ഫലങ്ങൾ നമ്മൾ വിലയിരുത്താൻ പോവോ? നമ്മൾ ശരിക്കും അത് ചെയ്യില്ല. പിന്നെ അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നോക്കൂ, പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ബിഫോർ ദേ ടീച്ച്. എന്താണ്? തന്നിരിക്കുന്ന ചോദ്യങ്ങളിലെ ഏറ്റവും ആപ്റ്റ് ആയത് ഇതാണ്. അതായത് എന്താണ് ഇവിടെ ഈ ഒരു ഇതുകൊണ്ട് എന്താണ്? പഠിപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനവും പിന്തുണയും നൽകുന്നു. എന്താണ്? ഒരു ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് മക്കളെ ഇന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, അത് ഇന്നതാണ്. അപ്പൊ നമ്മൾ അടുത്തതിനെ കുറിച്ച് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ടീച്ചർ പറയണത് ഇതാണോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണ്, നമ്മളൊരു ക്ലാസ് എടുക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, എനിക്ക് ഇന്ന് ഈ ടോപ്പിക് എടുക്കാനുള്ളത്, അതൊക്കെ എങ്ങനെയാ, ഏത് കഥയിലൂടെയാ, അല്ലെങ്കിൽ എന്ത് ഉദാഹരണം പറഞ്ഞിട്ടാ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ സഹപാഠിയോട് ചോദിക്കും, ഇല്ലേ? നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് കൂട്ടുകാരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അതൊന്നും വേണ്ടുന്നില്ലല്ലോ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം അറിയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണോ നിങ്ങള്? ഒരിക്കലല്ല. നമ്മൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ ടോപ്പിക്കാണ് എടുക്കാനുള്ളത്, ഇത് എങ്ങനെ പിള്ളേരിലേക്ക് എത്തിക്കാം, ഏത് ഉദാഹരണത്തിലൂടെ, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാം എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് ക്ലാസ് എടുക്കുന്നതിനായിട്ട് മുമ്പ് ചിന്തിക്കുകയാണെങ്കിൽ അതും എന്താണ്? പിയർ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? പിയർ ടീച്ചിങ് കുട്ടികളുടെ ഇടയിലും നടക്കും, ടീച്ചേഴ്സിന്റെ ഇടയിലും നടക്കും. ഓക്കെ,
അടുത്തപ്പോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ ബി ആയി എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ്? കോൺസെപ്റ്റ് മക്കളെ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരുടേതാണ്? ആരുടെ തിയറിയാണത്? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല് ചോദ്യം ഒന്ന് ശ്രദ്ധിക്കേ. ഞാൻ ഇപ്പൊ ചോദിച്ചത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഓഫ് ടീച്ചിങ് ആരുടെ തിയറിയാണ് എന്നുള്ളതാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് ടീച്ചിങ് മോഡൽ? ആരാണ്? ജെറോം എസ് ബ്രൂണർ. ദി കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ജെറോം എസ് ബ്രൂണർ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിലേക്ക്, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചോദ്യത്തില് തന്നിട്ടുള്ളത്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ടു പ്രൊമോട്ട് റോട്ട് മെമ്മറൈസേഷൻ. വെറും ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണോ കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്? ആണ്. എങ്കിൽ പോലും തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ അതുമല്ല. ഇറ്റ് ഈസ് ഓൺലി സൂട്ടബിൾ ഫോർ അഡ്വാൻസ് ലേണേഴ്സ്. അഡ്വാൻസ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള രീതിയിലുള്ള പഠിതാക്കൾക്ക് മാത്രം അനുയോജ്യമാകുന്നതാണോ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല്? അപ്പൊ എന്താണ്? എയുമല്ല, സിയുമല്ല, ഡിയുമല്ല. ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. കൃത്യമായിട്ട് ഒരു കോൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുക, പ്രശ്ന പരിഹാര ശേഷി, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുട്ടിയിലെ എന്താണ്? വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. അടുത്തതിലേക്ക് അടുക്കുകയാണ് 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓഡിയോ എയ്ഡ്? ഓഡിയോ എയ്ഡ് ടീച്ചിങ് എയ്ഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടീച്ചിങ് എയ്ഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് അഥവാ ടീച്ചിങ് എയ്ഡ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് എന്ന പേരിലാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ കൃത്യമായിട്ട് എന്താണ് ലേണിംഗ്, എന്താണ് റിസോഴ്സ്, എന്താണ് ലേണിംഗ് റിസോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓഡിറ്ററി എയ്ഡ്സ് ഉണ്ട്, വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നോക്കൂ, ഓഡിയോ എയ്ഡ് എഡ്യൂക്കേഷണൽ വീഡിയോ. ഒരു വീഡിയോയില് ഓഡിയോയും വീഡിയോയും ഉണ്ടാവും. അതല്ല ലെക്ചർ നോട്ട്സ്, ടീച്ചർ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ലെക്ചർ നോട്ട് അതിലെന്തായാലും എന്താണ്? അത് ഒരിക്കലും ഓഡിയോ എയ്ഡ് ആകുന്നില്ല. ലെക്ചർ നോട്ടാണ്. ടീച്ചർ നോട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നോട്ട് നമ്മളാണ് വായിക്കുന്നത്. അതൊരിക്കലും എന്തല്ല? ഓഡിയോ എയ്ഡ് അല്ല. ഡയഗ്രാം എന്താണ്? വിഷ്വൽ ആയിട്ടുള്ള എയ്ഡ് ആണ്. അതും ഓഡിയോ അല്ല. പോഡ്കാസ്റ്റ്. എന്താണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്? ചിലർക്കെങ്കിലും പോഡ്കാസ്റ്റ് എന്താണ് എന്നറിയാത്തതുണ്ടാവും. അപ്പോൾ എന്താ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്? പോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എ സീരീസ് ഓഫ് ഓഡിയോ മെസ്സേജസ് ആണ് എന്ത് പോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പോഡ്കാസ്റ്റ് ഡിജിറ്റൽ ഓഡിയോ ആയിട്ടുള്ള ഫയൽസ് ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് സീരിയസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഡ്കാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ചോദിക്കട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് വേഗത്തിൽ ചോദിച്ചു പോവുകയാണ്. മക്കളെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന് ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞേ. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ എയ്ഡ്സ് അല്ല, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കാണാനും കേൾക്കാനും കഴിയുന്നത്. വീഡിയോ, യൂട്യൂബ് വീഡിയോ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് പലപ്പോഴും. പിന്നെ ടെലികോൺഫറൻസ് കാണിച്ചു കൊടുക്കാറുണ്ട്, ഫോക്ക് സോങ്സ് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്, വീഡിയോസ് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. യെസ്. ഇനി ഒരു പപ്പറ്റ് പ്ലേ നമ്മൾ കൊണ്ടുവരികയാണ് എങ്കിൽ അതും എന്താണ്? ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ്, അല്ലെ? ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും, ഒരു പപ്പറ്റും ഉണ്ടായിരിക്കും. ഒരു മോഷൻ പിക്ചേഴ്സ് നമ്മൾ കാണിക്കുകയാണ്, ഒരു ഫിലിം നമ്മൾ കാണിക്കുകയാണ് എങ്കിൽ അതെന്താണ്? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇനി ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പ്രൊജക്റ്റഡ് എയ്ഡ്സും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സും ഉണ്ടായിരിക്കാം.
ഇനി വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്വൽ എയ്ഡ്, സ്ലൈഡ് വിഷ്വൽ എയ്ഡ് ആണ്, ഫിലിം സ്ട്രിപ്പ് വിഷ്വൽ എയ്ഡ് ആണ്, ഒപ്പാക് പ്രൊജക്ഷൻ വിഷ്വൽ എയ്ഡ് ആണ്, ഓവർഹെഡ് പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ് ആണ്. ഇതെല്ലാം പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എയ്ഡ്സ് ആണ്. ഇനി നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ചോക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്, ചാർട്ട്, മോഡൽസ്, ഇവയെല്ലാം എന്താണ്? നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി ഓഡിയോ എയ്ഡ്സിന് ഉദാഹരണം പറഞ്ഞ മക്കളെ, ഓഡിയോ എയ്ഡ്സ്. ഓഡിയോ എയ്ഡ്സിന് ഉദാഹരണം പറഞ്ഞേ, വേഗം പറയാൻ സമയമില്ല. റേഡിയോ, വെരി ഗുഡ്, റേഡിയോ, വെരി ഗുഡ് ജിജി, റേഡിയോ ഉണ്ട്. പിന്നെ റേഡിയോ, ടെലിഫോൺ, ടേപ്പ് റെക്കോർഡർ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഓഡിയോ എയ്ഡ്സിന്. പോഡ്കാസ്റ്റും ഓഡിയോ എയ്ഡിന് ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എഡ്ഗർ ഡെൽ കോൺസ് എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുകൂടി ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ 2 മൊഡ്യൂളുകൾ കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൃത്യമായിട്ട് ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ലെക്ചർ മെത്തേഡ് എന്താണ്, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ടീച്ചർ സെന്റർഡ് മെത്തേഡ്, സ്റ്റുഡന്റ് സെന്റർഡ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ടീച്ചിങ് മെത്തേഡ്സിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആസ് റെക്കമെൻഡഡ് ബൈ വിച്ച് എഡ്യൂക്കേഷൻ കമ്മീഷൻ? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ആശയം റെക്കമെൻഡ് ചെയ്ത എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ്? എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ്? ഇറ്റ്സ് മുതലിയാർ കമ്മീഷൻ, ഓൾസോ നോൺ ആസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ലേണിംഗിലേക്ക് കടക്കുകയാണ്, ലേണിംഗ് തിയറിയിലേക്ക്. എനിക്ക് ഇവിടെ ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ ഉടനെ ഞാൻ അടുത്ത ചോദ്യം തരും. ഓക്കെ, തിയറീസ് ഓഫ് ലേണിംഗ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിയറി ഏതാണ്, തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്. എന്തായാലും 5 ക്വസ്റ്റ്യനെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും സൈക്കോളജിയിൽ നിന്ന് വരാറുണ്ട്. തിയറി ഏതാണ്, അത് മുന്നോട്ട് വെച്ചത് ആരാണ്, നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. നോക്കൂ, ലേണിംഗ് തിയറീസിനെ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? ലേണിംഗ് തിയറീസിനെ പ്രധാനമായിട്ടും എത്രയാക്കി തിരിച്ചിട്ടുണ്ട്? പറഞ്ഞേ. 3 ആക്കി തിരിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ലേണിംഗ് തിയറീസിനെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? വെരി ഗുഡ്, 3 ആണ്. ഏതൊക്കെയാണവ? ബിഹേവിയറിസ്റ്റ് തിയറീസ്, മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്താൽ മതി. കോഗ്നിറ്റീവ് തിയറീസ്, ബിഹേവിയറിസ്റ്റ് തിയറീസ് ഉണ്ട്, കോഗ്നിറ്റീവ് തിയറീസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ്. വെരി ഗുഡ്. അനീഷൊക്കെ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, മഞ്ജിമയും എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, നമുക്കറിയാം ലേണിംഗ് തിയറീസിനെ ബിഹേവിയറിസ്റ്റ് തിയറീസ്, കോഗ്നിറ്റീവ് തിയറീസ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് എന്ന് 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ബിഹേവിയറിസ്റ്റ് തിയറീസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ബിഹേവിയറിസ്റ്റ് തിയറീസിനെ പറയുന്ന മറ്റൊരു പേരെന്താ? ഒരു പേരിൽ കൂടി ഈ ഒരു തിയറി അറിയപ്പെടുന്നുണ്ട്. അറിയോ? അയ്യോ പറഞ്ഞേ. ബിഹേവിയറിസ്റ്റ് തിയറീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര്, രണ്ട് തമ്മിലുള്ള കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? എന്ത് തിയറി? ബിഹേവിയറിസ്റ്റ് തിയറി. അതുകൊണ്ട് തന്നെ ഇത് കണക്ഷനിസ്റ്റ് തിയറി എന്നും അറിയപ്പെടുന്നു. കണക്ഷനിസ്റ്റ് തിയറി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ബിഹേവിയറിസ്റ്റ് തിയറീസിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാ? ബിഹേവിയറിസ്റ്റ് തിയറീസിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാ? ബിഹേവിയറിസ്റ്റ് തിയറീസ് ഓർ കണക്ഷൻ. ചെയ്തിട്ടാ മതി. ട്രയൽ ഓർ എറർ തിയറി. വെരി ഗുഡ്. ഏതാണ്? ട്രയൽ ഓർ എറർ തിയറി. ട്രയൽ ഓർ എറർ തിയറി ഏതിൽ വരുന്നതാ? യെസ്. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, തോണ്ടൈക്കിന്റെ തിയറി ഓഫ് കണക്ഷനിസം ഓർ ട്രയൽ ആൻഡ് എറർ തിയറി, ഹൾസിന്റെ റീഎൻഫോഴ്സ്മെന്റ് തിയറി. ഇത്രയും തിയറീസ് ആണ് ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയും തിയറീസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ തിയറിയും എന്താണ്? ആ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ്? ഓരോ തിയറിനെയും പറയുന്ന മറ്റു പേരെന്താണ്? ആരെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രധാനമായിട്ടും പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും പഠിച്ചു വെക്കേണ്ടതുമാണ്. അല്ലേ മക്കളെ?
ആണെങ്കിലും കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ട്രയൽ ആൻഡ് എറർ തിയറി. ട്രയൽ ആൻഡ് എറർ തിയറി ആരുടേതാണ്? തോണ്ടേക്കിന്റെ തിയറിയാണ്. ഈ തിയറിയെ SR തിയറി എന്ന് പറയുന്നുണ്ട്, തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറയുന്നുണ്ട്, ബോണ്ട് തിയറി എന്ന് പറയുന്നുണ്ട്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നും പറയുന്നുണ്ട്. ഇത്രയും പേര് ഈ ഒരു തിയറിക്ക് ഉള്ളതാണ്. ഓക്കെ, ഇനി പാവ്ലോവിന്റെ തിയറിയുടെ പേരെന്താ? തോണ്ടേക്കിന്റെ തിയറി എന്ത് വെച്ചിട്ടാണ്? പൂച്ചയെ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. റാൻഡം മൂവ്മെന്റ്സ് ഓഫ് കാറ്റ്, അതാണ് അദ്ദേഹം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. ഇവിടെയാണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ് എന്നിവ വരുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ലോ ഓഫ് എക്സസൈസിനെയാണ് ലോ ഓഫ് യൂസ് എന്നും ലോ ഓഫ് ഡിസ്യൂസ് എന്നും രണ്ടാക്കി തിരിക്കുന്നത്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഈ മാച്ച് ദി ഫോളോയിങ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത തിയറി ഏതാണ്? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ലേണിംഗ് തിയറീസിലെ, ബിഹേവിയറിസ്റ്റ് തിയറീസിലെ അടുത്ത നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആരെ വെച്ചിട്ടാണ് ഇദ്ദേഹം തിയറി അവതരിപ്പിച്ചത്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. അതെ, ഇദ്ദേഹം ഒരു പട്ടിയെ വെച്ചിട്ടാണ് ചെയ്തത്. ഈ തിയറിക്ക് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ മക്കളെ? കണ്ടീഷണഡ് തിയറി എന്നൊരു പേരുണ്ട്, കണ്ടീഷണഡ് തിയറി എന്നൊരു പേരുണ്ട്, എസ് ടൈപ്പ് തിയറി എന്നൊരു പേരുണ്ട്, എസ് ടൈപ്പ് തിയറി എന്ന പേരുണ്ട്. കൃത്യമായിട്ട് പട്ടിയെ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. സ്റ്റേജസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എത്രയാണ്? 3 സ്റ്റേജസ് ആണുള്ളത്. നിങ്ങൾ എന്റെ ഒപ്പം പറഞ്ഞു വെക്കോ, യാതൊരു പ്രശ്നമില്ല. ബിഫോർ കണ്ടീഷനിങ് ഉണ്ട്, ഡ്യൂറിങ് കണ്ടീഷനിങ് ഉണ്ട്, ആഫ്റ്റർ കണ്ടീഷനിങ് ഉണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത തിയറി ആരുടേതാണ്? സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പൊ തിയറി എന്താണ്? മുന്നോട്ട് വെച്ചത് ആരാണ്? ആരെ വെച്ച് ചെയ്തു? മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ഈ തിയറിയുടെ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഈ തിയറിക്ക് എന്തൊക്കെ പേരുണ്ട്? ആർ ടൈപ്പ് തിയറി, ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്ന പേരുണ്ട്, റിവാർഡ് ലേണിംഗ് തിയറി എന്ന പേരുണ്ട്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് തിയറി എന്നും പേരുണ്ട്. സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഒരു എലിയെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? പരീക്ഷണം നടത്തിയത്. ആ ബോക്സിനെ സ്കിന്നർ ബോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് റെസ്പോൺസും എലിക്റ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും ഒക്കെ പഠിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പഠിക്കുന്നത് ഇവിടെയാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് തിയറിയാണ് അടുത്തതായിട്ട് ഇതില് വരുന്നത്. ഹള്ളിന്റെ റീഇൻഫോഴ്സ്മെന്റ് തിയറി. അത് അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല. ഇനി ബിഹേവിയറിസ്റ്റ് തിയറീസ് കഴിഞ്ഞാൽ ഏതാണ്? കോഗ്നിറ്റീവ് തിയറി ഓർ ഗസ്റ്റാൾട്ട് സൈക്കോളജി തിയറീസ് ആണ് വരുന്നത്. ഇൻസൈറ്റ് ലേണിംഗ് തിയറി, ലെവിന്റെ ഫീൽഡ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻസൈറ്റും ഏതാണ്? സോഷ്യൽ ലേണിംഗ് തിയറിയുമാണ്. ഇൻസൈറ്റ് ലേണിംഗ് തിയറി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. 3 വ്യക്തികൾ ഇൻസൈറ്റ് ലേണിംഗ് തിയറി അഥവാ ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 വ്യക്തികൾ അഥവാ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്ന 3 വ്യക്തികൾ ആരൊക്കെയാ? യെസ്, കോഫ്ക, കോഹ്ലർ, കോഫ്ക, വെർത്തിമർ. വെരി ഗുഡ്. 3 വ്യക്തികളെ കുറിച്ച് പഠിച്ചു വെക്കുക. ഗസ്റ്റാൾട്ട്സ് ലോസ് ഓഫ് ലേണിംഗ് ഉണ്ട്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് കുറെ ചിത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് ക്ലാസ്സിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പഠിച്ചു വെക്കുക. പിന്നെ ലെവിന്റെ ഫീൽഡ് തിയറിയാണ്. സാധാരണ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ചില യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ലെവിന്റെ ഫീൽഡ് തിയറി ഒക്കെ BEd പഠിക്കാനുണ്ടായിട്ടുള്ളൂ. എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ ആൽബർട്ട് ബാൻഡുറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽബർട്ട് ബാൻഡുറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി. ഇവിടെ പ്രോസസ് ഓഫ് ലേണിംഗ്, അറ്റൻഷൻ, റീറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ് എന്നിങ്ങനെ ഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ കോഗ്നിറ്റീവ് തിയറീസ് കഴിഞ്ഞു. അടുത്തതാണ് ഇതിനെക്കാട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആയതും ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്നതുമായിട്ടുള്ള കോഗ്നിറ്റീവ് തിയറീസ് അല്ലെ. ഏറ്റവും കൂടുതൽ പരീക്ഷ പേപ്പറുകളിലെ ചോദിച്ചു കാണുന്നത് ഇത്തരത്തിലുള്ള തിയറീസ് ആണ്, കോഗ്നിറ്റീവ് തിയറീസ് ആണ്. അല്ല സോറി, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ആണ് മക്കളെ, എനിക്ക് തെറ്റിയതാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് ആണ്. ആരുടെയാണ്? ബ്രൂണേഴ്സ് തിയറി ഓഫ് ലേണിംഗ് ബൈ ഡിസ്കവറി. ബ്രൂണറിന്റെ
ലേണിംഗ് ബൈ ഡിസ്കവറി എന്നുള്ള തിയറി. അദ്ദേഹം എന്താണ് 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ പറയുന്നുണ്ട്. സിംബോളിക് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് ആക്ഷൻ ബേസ്ഡ് ആണ്. ഐക്കോണിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇമേജ് ബേസ്ഡ് ആണ്. സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഡിസ്കവറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണർ ആണ്. ഡിസ്കവറി ഓഫ് ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, ചെറുതിൽ നിന്ന് വലുതിലേക്കായിട്ട് പോകുന്ന രീതിയിലുള്ള സ്പൈറൽ കരിക്കുലം. യെസ്, അവിടെയാണ് പറയുന്നത്. സ്കാനിങ്, ഫോക്കസിങ് എന്നുള്ള 2 കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട്, ലേണിംഗ് പ്രോസസ്സിന്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ്. എന്താണ് അസിമിലേഷൻ, എന്താണ് അക്കോമഡേഷൻ, എന്താണ് ഇക്വിലിബ്രേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പിയാഷെയുടെ 4 സ്റ്റേജസ് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ബൈ വൈഗോട്സ്കി. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ നോളജ്, കുട്ടികൾ അവരുടെ അറിവ് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഓക്കെ, ലേണിംഗ് ക്യാൻ ലീഡ് ടു ഡെവലപ്മെന്റ്, ലേണിംഗിലൂടെയാണ് കുട്ടിയിലെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ലാംഗ്വേജ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ മെന്റൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിലെ ലാംഗ്വേജിന്റെ, ഭാഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എലമെന്ററി മെന്റൽ ഫങ്ഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈഗോട്സ്കി തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, MKO എന്താണ് MKO എന്ന് പറയുന്നത്? MKO എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? MKO മോർ നോളജബിൾ അതർ. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കി നമ്മൾ എടുക്കുന്നു. പിന്നെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണ്? ലേണർ ക്യാൻ ഡു അൺഎയ്ഡഡ്, ലേണർക്ക് ചെയ്യാൻ കഴിയുന്നതും വേറൊരാളുടെ സഹായത്തോടു കൂടി മാത്രം ലേണർക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ വന്നു. സ്കഫോൾഡിംഗ് എന്നുള്ള ആശയം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ സബ്സംഷൻ തിയറി ബൈ ഓസ്ബെലിന്റെ സബ്സംഷൻ തിയറി. ഈ തിയറിക്ക് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? മീനിങ് വെർബൽ ലേണിംഗ് തിയറി. പഠിച്ചു വെക്കണം, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മീനിങ് വെർബൽ ലേണിംഗ് തിയറി, പിന്നെ റിസപ്ഷൻ ലേണിംഗ് തിയറി, സബ്സംഷൻ തിയറി. ഇതൊക്കെ ഓസ്ബെലിന്റെ തിയറീസിന്റെ പേരാണ്. എന്താണ് മീനിങ് ലേണിംഗ്? കാര്യങ്ങൾ മനസ്സിലാക്കി ആള് പഠിക്കാം. റൂട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് പറയും. എന്താ അതൊന്നും അറിയില്ല, ഒരു A4 ഷീറ്റ് കൊടുത്താൽ കൃത്യമായിട്ട് അത് മുഴുവൻ പഠിച്ചു പറയും. എന്നിട്ട് ഇതിന്റെ ആശയം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ സീതാരാമന്റെ ആരാണെന്ന് ചിലര് ചോദിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ട്, കാണാപാഠം പഠിക്കുന്നവരെ. അതിനെയാണ് റൂട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ തന്നെ ഈ ഒരു സബ്സംഷൻ ആള് കുറെ പ്രോസസ്സുകൾ പറയുന്നുണ്ട്. എന്താണ് ഡെറിവേറ്റീവ് സബ്സംഷൻ, കോറിലേറ്റീവ് സബ്സംഷൻ, അതൊക്കെ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അഡ്വാൻസ് ഓർഗനൈസർ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ലേണിംഗ് തിയറീസ് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആയി എന്ന് പറഞ്ഞു. ഇന്റലിജൻസ് തിയറീസ് മോട്ടിവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാത്തത്. ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. What is it Vygotsky used to describe the range of knowledge? ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അറിവിനെ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സ്റ്റുഡൻസ് ആർ കേപ്പബിൾ ഓഫ് അച്ചീവിംഗ് വിത്ത് ഗൈഡൻസിലൂടെ ഒരു കുട്ടിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തിലൂടെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കുട്ടിയുടെ അറിവിന്റേതും, അതായത് നോളജിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റേതുമായിട്ടുള്ള ആ ഒരു പരിധിയെ വിവരിക്കാൻ വേണ്ടി വൈഗോട്സ്കി ഉപയോഗിച്ച പദം എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് SPD. നമുക്ക് ഇവിടെ 2 SPD കിടക്കുന്നുണ്ട്. നേരെ പോയിട്ട് ഓപ്ഷൻ സി ബബിൾ ചെയ്ത് ഇത് സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ശരിയായത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് SPD. കുറെ SPD മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം.
What is the primary concept in Ausubel's learning theory? ഡേവിഡ് ഓസ്വെലിന്റെ ലേണിംഗ് തിയറിയുടെ പ്രൈമറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ 2 പരീക്ഷയിലും എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ വന്നിട്ടില്ല. ഇനി ഇപ്രാവശ്യം ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല. ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കി വെക്കാനായിട്ട് ആരും മറക്കരുത്. എങ്കിലും ആൻസർ എന്താണ്? ഓസുവെലിന്റെ ലേണിംഗ് തിയറിയുടെ പ്രൈമറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആണ്. റൂട്ട് ലേണിംഗ് അല്ല, ഡിസ്കവറി ലേണിംഗ് അല്ല, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ല, എന്താണ്? മീനിങ് ലേണിംഗ് ആണ്. മീനിങ് ലേണിംഗ് ആണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ആരുടെ തിയറിയാണ്? ഡേവിഡ് ഓസ്വെലിന്റെ തിയറി. ഡേവിഡ് ഓസ്വെലിന്റെ തിയറി, സബ്സംഷൻ തിയറി എന്ന് പറയുന്നത്. ആ തിയറിക്ക് പറയുന്ന മറ്റു പേരുകളും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലേ മക്കളെ? സബ്സംഷൻ തിയറിക്ക് പറയുന്ന മറ്റു പേരുകളും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. മീനിങ് വെർബൽ ലേണിംഗ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 13ാമത്തെ ചോദ്യം. Who is the psychologist behind the mastery theory? Mastery of learning. ആരുടെ കൃഷിയാണ് മാസ്റ്ററി ഓഫ് ലേണിംഗ് എന്നുള്ളത്? സിമ്പിൾ ആണ് കേട്ടോ. വൈഗോട്സ്കി, ഡേവിഡ് ഓസ്വെൽ, റോബർട്ട് ഗാൻഗെ, ബെഞ്ചമിൻ എസ് ബ്ലൂം. യെസ്, എല്ലാവർക്കും അറിയാം മാസ്റ്ററി ഓഫ് ലേണിംഗ് എന്നുള്ളത് ബെഞ്ചമിൻ ബ്ലൂമിന്റേതാണ്. ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പഠിക്കണം. ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്, അതിന്റെ റിവൈസ്ഡ് ടാക്സോണമി ഉണ്ട്. രണ്ടും എന്താണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ആ ഒരു ഓർഡർ, ഒരു പിരമിഡിക്കൽ ഓർഡർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, മാസ്റ്ററി ഓഫ് ലേണിംഗ് ബെഞ്ചമിൻ എസ് ബ്ലൂം. ബ്ലൂംസിന്റെ ടാക്സോണമി. ബ്ലൂംസിന്റെ ടാക്സോണമി സെറ്റിന് മാത്രമല്ല നെറ്റിലടക്കം വരുന്നതാണ്. നോക്കൂ, വാട്ട് ഈസ് സോഷ്യോമെട്രി? എന്താണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്? ചോദ്യമായിട്ട് the study of social relationship and group dynamics, study of individual behavior and personality, study of group therapy and counseling, study of social learning and development. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോമെട്രി എന്നത് എന്താണ് എന്നുള്ളതാണ്. സാമൂഹിക ആയിട്ടുള്ള ഒരു കാര്യം, സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിക്കുന്ന, ക്ഷമിക്കണം, സോഷ്യോമെട്രി എന്നുള്ള കാര്യം നമുക്കറിയാം. സോറി, എന്താണ് സോഷ്യോമെട്രി? ഒരു ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, ഗ്രൂപ്പിസത്തെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യോമെട്രി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാര് ക്ലാസ്സിൽ വന്നിട്ട്, ക്ഷമിക്കണേ, പെട്ടെന്ന് ഒരു തുമ്മൽ കയറി വന്നതാണ്. ക്ലാസ്സിൽ പറയും, ക്ലാസ്സിൽ ഗ്രൂപ്പിസം പാടില്ല, കുറച്ച് കുട്ടികൾ മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്നു, ചില കുട്ടികൾ ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്നില്ല, ആരാലും കൂട്ടുകൂടാതെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരിക്കും, ഇല്ലേ? നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റിനെയാണ്, അത് കണ്ടുപിടിക്കുന്നതിനെയാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. എന്താണ്? സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചും ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഈസ് കോൾഡ് സോഷ്യോമെട്രി. വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു മിനിറ്റ്, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. നോക്കൂ, ലേണിംഗ് ഡിസബിലിറ്റി ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആണ് ഡിസ്ലെക്സിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ തുമ്മുന്നത് കൊണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. എന്താണ് ഡിസ്ലെക്സിയ? നോക്കൂ, a learning disability that affects an individual's ability to
റൈറ്റ് ആൻഡ് കോമ്പസ്. ഒരു വ്യക്തിക്ക് എഴുതാനും എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള കഴിവിനെ ബാധിക്കുന്ന പഠന വൈകല്യമാണ് എങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് പറയാം? എന്ത് പേര് പറയാം? വെരി ഗുഡ്, ഡിസ്ഗ്രാഫിയ എന്നാണ് നമ്മൾ പറയുക. ഡിസ്ഗ്രാഫിയ എന്നാണ് നമ്മൾ പറയുക. ഇനി നോക്കൂ, a learning disability that affect an individual's ability to perform mathematical calculation. ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ നടത്താനായിട്ട് ഒരു വ്യക്തിയുടെ കഴിവിനെ ബാധിക്കുന്ന പഠന വൈകല്യത്തെ നമ്മൾ എന്ത് പറയും? യെസ്, ഡിസ്കാൽക്കുലിയ എന്ന് നമ്മൾ പറയും. ഡിസ്കാൽക്കുലിയ എന്ന് നമ്മൾ പറയും. A learning disability that affect an individual's ability to understand and follow instruction. ഇൻസ്ട്രക്ഷൻസിനെ അനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഷർട്ടിന്റെ ബട്ടൺസ് ഇടുക, ATM പോയിട്ട് എന്താണ് കൃത്യമായിട്ട് കാർഡ് ഇട്ട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളിലെ ഒരു കുട്ടിക്ക് പഠന വൈകല്യം വരികയാണ് എങ്കിൽ അതും എന്താണ്? ഒരു മിനിറ്റ്, അതും ഒരു തരത്തിലുള്ള പഠന വൈകല്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിന് വേണമെങ്കിൽ സെൻട്രൽ ഓഡിറ്ററി പ്രൊസീഡിംഗ് ഡിസോർഡർ എന്നൊക്കെ നമുക്ക് പറയാം. അതൊന്നും നമ്മളിപ്പോ നോക്കുന്നില്ല. എന്താണ് NICHD എന്ന് സാധാരണയായിട്ട് പറയാറുണ്ട്. അതൊന്നും നമുക്ക് നോക്കണ്ട. നോക്കൂ, എ ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് എഫക്ട് ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു റീഡ് ആൻഡ് സ്പെൽ. വായിക്കുന്നതിനും ഒന്നിന്റെ സ്പെല്ലിംഗ് പറയുന്നതിനും ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ലെക്സിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ട്രാക്സിയ, ഡിസ്ലെക്സിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ ചോദ്യ പേപ്പറുകളിലും ഒരു ചോദ്യം ഷുവറാണ്. ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതിലേക്ക് കിടക്കുകയാണ് 16ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഇൻ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രൈമറി പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ക്യുമുലേറ്റീവ് റെക്കോർഡുകൾ നിലനിർത്തുന്നതിന്റെ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ടു ഇവാലുവേറ്റ് ടീച്ചർ എഫക്റ്റീവ്നെസ്. അധ്യാപകരുടെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിന് ആണോ? അല്ല. ടു പ്രെഡിക്റ്റ് സ്റ്റുഡൻസ് പൊട്ടൻഷ്യൽ. കുട്ടിയുടെ പൊട്ടൻഷ്യൽ പ്രവചിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ടു മേക്ക് ഹയർ സ്റ്റേക്സ് ഡിസിഷൻസ്. ഉയർന്ന നിലയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനാണോ? ഒന്നല്ല. എന്താണ്? ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് റെക്കോർഡ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന, അതായത് ആ കുട്ടിയുടെ അക്കാദമിക്കും പേഴ്സണൽ പ്രോഗ്രസും എന്താണ് കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു രേഖ, അത് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, പ്രധാനപ്പെട്ട റെക്കോർഡ്സ്, റേറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മള് ഇവാലുവേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് CCE? നമുക്ക് എല്ലാത്തിലൂടെയും കടന്നു പോകാനായിട്ട് പറ്റില്ല കേട്ടോ. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എന്താണ് റേറ്റിംഗ് സ്കെയിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഈസ് കോൾഡ് CCE. CCE എന്നതിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ഈ ഒരു ചോദ്യത്തിലൂടെ എന്താണ് CCE എന്നത് കൂടി നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. To rank students based on their academic performance. വിദ്യാർത്ഥികളെ അവരുടെ അക്കാദമിക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ആക്കി തിരിക്കുക. To identify areas where students need improvement. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുക. To provide comprehensive picture of students' ability and skills. എന്താണ്? വിദ്യാർത്ഥികളെ കഴിവുകളുടെയും മറ്റും സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം രൂപപ്പെടുത്തുന്നതിന്. To reduce the burden exams on students. കുട്ടികളുടെ പരീക്ഷാ ഭാരം കുറയ്ക്കുന്നതിന്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്തോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്താണ്? To provide
കോംപ്രിഹെൻസീവ് പിക്ചർ ഓഫ് സ്റ്റുഡൻസ് എബിലിറ്റി ആൻഡ് സ്കിൽസ്. നിരന്തരമായിട്ട് നമ്മൾ കുട്ടികളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിന്റെ ഇടയിൽ ചോദ്യം ചോദിക്കുന്നു, ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ ടെസ്റ്റ് എടുക്കുന്നു, ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ടെസ്റ്റ് എടുക്കുന്നു, പല രീതിയിൽ കുട്ടികളെ ക്ലാസ്സുകളിൽ നമ്മൾ വിലയിരുത്തുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യാനായിട്ട് കാണിക്കും? കഴിവുകൾ എന്താണ്, കുട്ടിയുടെ കഴിവുകേടുകൾ എന്താണ്, സ്കിൽ എന്താണ്, എബിലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ടീച്ചർക്ക് ലഭിക്കും. അതാണ് എന്താണ് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം അഥവാ CCE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CCയുടെ പ്രൈമറി പർപ്പസ് അതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 18. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ നോളജ് ഓർ സ്കിൽസ്? ശ്രദ്ധിക്കാം, നോളജ് ഓർ സ്കിൽസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്ട് ഏരിയ. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇപ്പൊ ഇത്തരത്തിലെ യൂണിറ്റ് 5നെ കുറിച്ചിട്ടുള്ള 2 വേറെ ടെസ്റ്റുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതായത് നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള 2 ബാച്ചുകൾക്കും എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിൽ കിടക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളും വ്യത്യസ്തമാണ്. ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഈ ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഒന്ന് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. ലൈവ് സെക്ഷനിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ചോദ്യം നോക്കൂ. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് സബ്ജക്ട് ഏരിയയിലെ കുട്ടികളിലുള്ള അറിവ് കഴിവുകളോ അളക്കാനായിട്ട് ഏത് തരം സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ആണ്. അതിലൂടെ അതെന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തിനെ പഠിക്കാനും അതിന്റെ പരിഹാരം കണ്ടെത്തുവാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു സബ്ജക്ട്, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നടത്തുന്ന ടെസ്റ്റ് ഏതാ? ഇടികൊട്ടോട്ടോ, അടി പറഞ്ഞ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അടി കിട്ടും. ഡിയും സി ഒക്കെ എന്തിനാണ് പറയുന്നത്? നോക്കൂ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് അല്ലേ മക്കളെ? ഒരു കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏരിയ അത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടിക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത് അല്ലെ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയുടെ പഠനത്തിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഡയഗ്നോസ് ചെയ്ത് പോകുന്ന ടെസ്റ്റ് ആണത്. അതല്ല, ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. ഇതൊക്കെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് റിലേറ്റീവ് ഗ്രേഡിംഗ്? റിലേറ്റീവ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേഡിംഗ് എന്നുള്ള ടോപ്പിക് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഗ്രേഡിംഗ്. ഗ്രേഡിങ്ങിനെ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിനെയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും തിരിക്കുന്നത്. എന്താണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, എന്താണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ്. റിലേറ്റീവ് ഗ്രേഡ് to provide an absolute measure of student learning, to compare students' performance to fixed standard, to rank students in a relation to their peers, to provide feedback on individual students' progress. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണ് എന്നുള്ളതാണ്. റിലേറ്റീവ് ഗ്രേഡിംഗ് ഗ്രേഡിംഗ് ഓൺ കർവ് എന്ന് അറിയപ്പെടുന്ന ഒന്നാണ്. ഒരു ഗ്രൂപ്പിനെ റാങ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? ആഹാ, എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണ് എന്നുള്ളതാണ് അല്ലെ? എന്തുകൊണ്ട് തെറ്റിച്ചു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് തെറ്റിച്ചു? റിലേറ്റീവ് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡ് ആണ്. ഇവാലുവേഷൻ ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് മെമ്പേഴ്സ്. ഒരു ഇതിലെ മെമ്പേഴ്സിന്റെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് കൊടുക്കുക. ഒരു ഗ്രൂപ്പിനെ കൃത്യമായിട്ട് റാങ്ക് ആക്കി തിരിക്കാനായിട്ട് സഹായിക്കുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് സ്റ്റുഡൻസിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് റിലേറ്റീവ് ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ റിലേറ്റീവ് ഗ്രേഡിങ്ങിന്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്താ? ടു റാങ്ക് സ്റ്റുഡൻസ് ഇൻ റിലേഷൻ ടു ദയർ പിയേഴ്സ്. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കീ പ്രിൻസിപ്പിൾ ഓഫ് റെമഡിയൽ ടീച്ചിങ്? പരിഹാര പഠനത്തിന്റെ കീ
പ്രിൻസിപ്പിൾ എന്താണ്? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നതാണ്. കീ പ്രിൻസിപ്പിൾ ഓഫ് റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ്ങിന്റെ കീ പ്രിൻസിപ്പിൾ എന്താണ്? എന്താ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്? നമ്മളൊരു പരീക്ഷ എടുത്തു, ഒരുവിധം കുട്ടികളൊക്കെ എന്താണ് നല്ല മാർക്ക് വാങ്ങും. ഒന്നും കുട്ടികൾ ഭയങ്കര മോശം മാർക്കിലേക്ക് പോവുകയാണ് എങ്കിൽ അവരെ തപ്പി പിടിച്ചിട്ട് കാരണം നമ്മൾ അന്വേഷിക്കും. അവർക്ക് ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ കൊടുത്തു എന്ന് വരും. ഫോക്കസ് ഓൺ ആവറേജ് ലേണർ. റെമഡിയൽ ടീച്ചറെ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടീനെയാണ് റെമഡിയൽ ടീച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. ഫോക്കസ് ഓൺ അഡ്വാൻസ്ഡ് ലേണർ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈ ലെവൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ റെമഡിയൽ ടീച്ചിങ് വേണ്ടത്? ഓൾറെഡി നോർമൽ ടീച്ചിങ് തന്നെ മതി, ആ കുട്ടി പഠിച്ചിടത്തോളം. ഫോക്കസ് ഓൺ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ. ഒരു ഗ്രൂപ്പിലുള്ള മൊത്തം കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ആണ്. അപ്പൊ ഏത് ആൻസർ? ഫോക്കസ് ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. വ്യക്തിഗതമായിട്ട് എന്താ മോനെ നിനക്ക് ഈ പോർഷൻ കിട്ടാഞ്ഞത്? എന്തുകൊണ്ട് നിനക്ക് സൈക്കോളജി പഠിക്കാനായിട്ട് കഴിയുന്നില്ല? നീ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുന്നില്ല, നിന്റെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് കാര്യം അന്വേഷിച്ച് വേണമെങ്കിൽ അവരെ ആവശ്യം വെച്ചെങ്കിൽ ആ കുട്ടിക്ക് വ്യക്തിഗതമായിട്ട് നമ്മൾ കുറച്ച് സമയം ഇന്റർവെല്ലിൽ തന്നെ വന്ന് കാണാൻ പറയും. ഇല്ലേ? മിക്ക ടീച്ചർമാരും ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, നമ്മളിൽ പലരും ചെയ്തിട്ടുമുണ്ടാകും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെമഡിയൽ ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഒരു കുട്ടിക്ക് നന്നായി ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, ചോദ്യം ചോദിച്ച് ഉത്തരം എഴുതുന്നുണ്ട്, പക്ഷെ പരീക്ഷയിൽ എഴുതാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അതും വിളിച്ചിട്ട് എന്താണ് ആക്കും? ആക്ഷൻ റിസർച്ച് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂറും 22 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. യൂണിറ്റ് 5 പൊട്ടും പൊടിയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാത്തും കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ, എന്താണ് അതിന്റെ ആശയം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തു പോയത്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ക്ലാസ്, ഈ ഒരു പുതുവത്സരത്തിലെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഒന്ന് പറഞ്ഞേ, ഹെൽപ്ഫുൾ ആയില്ലേ? താങ്ക് യു ലേണേഴ്സ്.